ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ ആലുവയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് ഓട്ടോറിക്ഷകൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ ഓട്ടോക്കാരും ഓടാൻ തയ്യാറല്ല. കാണിച്ചുതരാം ലൈവായിട്ട്. അതാ ഇത്രയും ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓട്ടോറിക്ഷകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഒറ്റ ഓട്ടോറിക്ഷക്കാരും വരുന്നില്ല. കാണിച്ചു തരാം. ചേട്ടാ, ഓട്ടോറിക്ഷ പോവോ? എല്ലാ ഓട്ടോറിക്ഷക്കാരും ഇതിങ്ങനെ നിൽക്കുകയാണ് ഗെയ്സ്. ഒറ്റ ഓട്ടോറിക്ഷക്കാരും വിളിച്ചിട്ട് വരുന്നില്ല. ഓട്ടോകൾ അവിടെ കിടക്കുന്നുണ്ട്, ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയണേ വേറെ വണ്ടി എന്നൊക്കെയാണ്. ഇതൊക്കെ കിടക്കുന്നത്. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ. ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ പറയുന്നത് ബ്ലോക്ക് എന്നൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ എന്തിനാണ് ഇവിടെ ഓട്ടോറിക്ഷ ഇട്ടേക്കുന്നത്? അതാ വിളിക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ് പറയുന്നത്. ചേട്ടാ, ഓട്ടോ പോവോ? ആർക്കും വണ്ടി എന്നിട്ട് കയറിക്കോ കുഞ്ഞോ. വണ്ടി ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഞങ്ങൾക്ക് വണ്ടി ഇല്ലാണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇവിടെ നിൽക്കുക എന്നാണ് പറയണേ. എൻ്റെ വണ്ടി ഇവിടെ ഇല്ലാന്ന്. ഓട്ടോ പോവാ? നമ്മൾ ചോദിക്കുമ്പോൾ ഓട്ടോ ഒന്നും പോകുന്നില്ലാന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ബംഗാളികളെ വിളിക്കുന്നുണ്ട് ഓട്ടോറിക്ഷക്കാർ. ബംഗാളികളെയാണ് വിളിക്കുന്നത്. നമ്മൾ വിളിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. ഇത് എന്തായാലും ഒരു കംപ്ലൈൻറ്റ് RTOയ്ക്ക് കൊടുക്കണം. അതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ആൾക്കാർ ആലുവയിലാണ് ഈ പറയുന്നത്. അവർ ഈ ഓട്ടോറിക്ഷക്കാർ ബംഗാളികളെ മാത്രം നോട്ട് ചെയ്ത് കണ്ട. ഓരോ ഓട്ടോറിക്ഷക്കാരും ബംഗാളികളെ മാത്രം വിളിച്ചിട്ട് കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ബംഗാളികളെ കണ്ട. ഇപ്പം അവർ ബംഗാളികളെ വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? ചേട്ടാ, പുളിയന്നൂര് പോവോ? കണ്ട, നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ബംഗാളികളെ മാത്രം നോക്കിയിട്ട് വിളിക്കുക. നമ്മൾ മലയാളികൾ വിളിക്കുമ്പോൾ വരുന്നില്ല. എന്താ ഒരു ഉദ്ദേശം എന്നറിയില്ല. പൈസയ്ക്ക് വേണ്ടി മാത്രമായെന്ന് തോന്നുന്നു. അവരോട് പൈസ കൂട്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. കണ്ട, ബംഗാളികളെ മാത്രം നോട്ട് ചെയ്ത് വിളിക്കുക. നമ്മൾ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ നോക്ക് ഗെയ്സ്, ഞാനിപ്പോൾ എൻ്റെ മോനെയും കൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി കാണുന്നത് കണ്ട, എൻ്റെ മോനെ കൊണ്ടാണ് നിൽക്കുന്നത്. നിറച്ച് ബംഗാളികൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ ബംഗാളികളെ മാത്രം കേട്ടുള്ള ഓട്ടോറിക്ഷയിൽ കണ്ട. ബംഗാളികൾക്ക് വേണ്ടിയിട്ട് പിടിമലിയാണ് ഈ ഓട്ടോറിക്ഷക്കാർ. എന്താണ് ഇതിൻ്റെ അവസ്ഥ? നമ്മൾ എങ്ങനെയാണ് ഇത് തരണം ചെയ്യേണ്ടത്? പെട്ടെന്നൊരു ആവശ്യത്തിന് ആലുവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓട്ടോറിക്ഷക്കാർ പറയണം നമുക്ക് ഓട്ടോയില്ല. ലാസ്റ്റ് ഒരു ഓട്ടോ ചേട്ടൻ പറയുന്നുണ്ട് കൊണ്ടുപോ, പുളിയന്നൂർക്ക് കൊണ്ടുപോ. ഒരാൾ പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താണ്. അതെ, ഞാൻ ഡിപ്പാർട്ട്മെന്റിലുള്ളതാ. എനിക്കിതാ ഡിപ്പാർട്ട്മെന്റിലാണ്.